അയ്യോ പിടിച്ചോ. ഇതാണ് ഉറപ്പാണോ കൈക്കലാക്കുന്നതിന് മുമ്പ് എനിക്കത് കൈക്കലാക്കണം. നമ്മൾ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. നാഗദൈവവും മറ്റേത് ഭദ്രകാളിയും. ഇതൊക്കെ ഒരു രസമല്ലേ, ഒന്ന് മുട്ടി നോക്കാന്നേ. ഞാൻ എന്റെ അമ്മയുടെ വയറ്റീന്നേ ഞങ്ങള് രണ്ടുപേരാണ് പുറത്തു വന്നേ. അതാരൊക്കെ അമ്മേ? എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. രണ്ടുപേര്, ഒരാള് മനുഷ്യനുമായിട്ട് ഒരാള് പാമ്പുമായിട്ടാണ് വന്നേ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ല, പാമ്പിറങ്ങി, പാമ്പിനെ വഴക്ക് പറഞ്ഞപ്പോ പാമ്പ് ഇറങ്ങി പോകാൻ പറഞ്ഞു. അവരാ വന്ന വഴിയെ പാമ്പിനെ വഴക്ക് പറഞ്ഞു. അതിന് മനസ്സിലായി. നീ എന്തിനാ ഇവിടെ വന്നേ? നീ മനുഷ്യന്റെ കൂടെ ഇറങ്ങാൻ പറഞ്ഞു. വെളി നിനക്ക് വീടല്ല ഇരിക്കണേ, നീ കാട്ടി പോന്ന് പറഞ്ഞു. മൂർഖൻ. ഓ ഐ സീ. ഞാൻ കിടക്കുന്നതിന്റെ മേളില് അപ്പൊ മണ്ണ് പൊഴിയുന്നുണ്ട്. ഞാൻ മേപ്പെട്ട് നോക്കിയപ്പോ കൈ വെച്ചാ എന്നെ കടിക്കും. വേണ്ട കള്ളത്തരൊന്നും പറയണ്ട. പാമ്പിന്റെ കളിയൊന്നും ഇവിടെ നടക്കത്തില്ല. സാറിന്റെ വാദം കേട്ടപ്പോ ജഡ്ജിയുടെ കയ്യിലെ രോമമൊക്കെ എഴുന്നേറ്റ് നിന്നു. ഉറുമ്പായാലും ഒരു പഴുതാരോ ഒരു ഉറുമ്പോ എന്തേലും ഞങ്ങളെ കടിച്ചാൽ അത് അവിടെ ഇരുന്ന് ചത്ത് താഴെ വീഴുവല്ലാതെ ഞങ്ങക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. തലയ്ക്ക് പിടിച്ച് അച്ഛന്റെ അടുക്ക കൊണ്ടുപോയി. പാമ്പിന്റെ തലയ്ക്ക് പിടിച്ച് വെച്ച് അച്ഛന്റെ അടുക്ക കൊണ്ടുപോയി. ചേണ്ട പാമ്പെന്ന്. നിനക്ക് വിഷഹാരി അറിയില്ല. വിഷ ഊതി കയറ്റാനും ഊതി ഇറക്കാനും ഒരു നിമിഷം വേണ്ടിരിക്കെ വിഷരാജനാ ഞാൻ. അമ്മയിലുള്ള ആ ഭദ്രകാളി അമ്മ എഴുന്നേക്കാൻ പോവുകയാണ്. വാളും പരിചയൊക്കെ എടുത്തോ. അയ്യോ അയ്യോ പിടിച്ചോ. ഇതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചേ ഉള്ളൂ. പക്ഷെ ഇത്രയും ഭയാനകമാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആരാണെന്നറിയാവോ? ഞാൻ പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ. അമ്മ എനിക്കറിയാം, ഭദ്രകാളി അമ്മയെന്ന് എനിക്കറിയാലോ. ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. കൊടുങ്ങല്ലൂർ അമ്മയാണ്. ഇവനൊക്കെ ഗുരുശാപം വാങ്ങി തട്ടിപ്പോണ എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. A few moments later. ഇത് ഇനിയും വേണ്ട, എഴുന്നേക്ക്. ഈ തള്ളക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഈ നാഗദൈവങ്ങളെ കാണുന്നത് വളരെ അപൂർവമായിട്ടാണ്. കാലൊതുക്കി പോയി. അയ്യോ സോറി. എനിക്കതിന്റെ അർത്ഥം മനസ്സിലാവാറില്ലെന്നല്ല. ഇത് എളുപ്പം വാങ്ങിച്ചിട്ട് അമ്മ എന്നെ അനുഗ്രഹിച്ചേ. നാഗദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ മോനെ. ശരി. ഓരോരുത്തർക്കും തമ്പുരാൻ എന്തൊക്കെയാ നിരീച്ചു വെച്ചിരിക്കുന്ന ആർക്കറിയാം. എത്ര നാൾക്കുള്ളിൽ വരും എന്ന് പറ? 6 മാസത്തിനകം വരും. ഓ അടിപൊളി. 6 മാസത്തിനുള്ളിൽ എന്റെ ജീവിതത്തിൽ പ്രത്യേകമായിട്ടുള്ള എന്തോ ഒരു അനുഗ്രഹം വരും. നീ കാണുന്നില്ലേ ആ കണ്ണുകളിലെ പ്രണയം? 6 മാസം ഒത്തിരി ദൂരമല്ലയോ? എനിക്കൊരു 2-3 ആഴ്ചക്കുള്ളിൽ നടക്കത്തില്ല. അങ്ങനെ പറഞ്ഞോ മുത്തശ്ശി? കഷ്ടമുണ്ട് കേട്ടോ. കൊച്ചുമോനാണെന്ന് വിചാരിച്ച് ഇങ്ങനെ ആശ കൊടുക്കരുത് കേട്ടോ. എന്നെ അറിയാത്ത മനുഷ്യരില്ല ഇന്ന് ഈ ലോകത്ത്. പിന്നെ അമ്മയുടെ മുഖത്ത് നല്ലൊരു തേജസ് ഉണ്ട്. എന്തായാലും ഇങ്ങനൊരു ദൈവങ്ങളെ കാണാൻ കിട്ടിയ നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.